record lagi dia beli. Saja nama jam sih. Too much data. Just still look. I can't feel. I know these kids are getting wasted. It's wasted. Because of you, wanasimama mahali. Our professor used to handle them with their hands. Mikono tu. Professor Kabiru. You guys, the record in Kenya. Check even. You can take a photo and see. This is. You know the record in Kenya was 600. Yes, see. എന്നാണ് പറയുക. നമ്മൾ നേരത്തെ കണ്ട സംഭവം എന്തായിരുന്നു? മാഗി കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ശരിക്കും അതിൽ കാണിച്ചത് എന്താണ്? ഉരുണ്ടവിര അഥവാ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. ഇങ്ങനെയുള്ള വിരകൾ മനുഷ്യൻ്റെ കുടലിൽ കുറച്ചധികമായാൽ ഒരു 500ഓളമെങ്കിലും ഉണ്ടെങ്കിൽ കുടലിൽ കൂടെ പിന്നൊരു സാധനം അപ്പുറത്തേക്ക് പോവുകയില്ല. കുടലിൽ കുരുക്ക് ഉണ്ടാകും, ഇൻറ്റെസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. പിന്നെ അവിടെ ചെയ്യാവുന്ന ഏക പരിപാടി തുറക്കുക, കുടലിൽ നിന്നുള്ള വിരകളെ മൊത്തം എടുത്ത് പുറത്തിടുക, കുടൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷേ പ്രബുദ്ധരായ ഒരുപാട് മലയാളികൾക്ക് ഇത് കണ്ടാൽ മാഗി പോലെയാണ് ഇരിക്കുക. കാരണം ഇവരുടെയൊക്കെ വിചാരം കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ആമാശയം കിടന്ന് അപ്പുറത്തേക്കും ഈ രൂപത്തിൽ തന്നെയാണ് താഴേക്ക് പോകുന്നതെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമല്ല, സ്കൂളുകളിൽ ജീവശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെയും കൂടെ കുഴപ്പമാണ്. നമ്മൾ നേരത്തെ കണ്ട ഉരുണ്ട അസ്കാരിസ് ലംബ്രിക്കോയിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അണ്ഡാശയം എടുത്ത് നോക്കിയാൽ, ജെനൈറ്റൽ ട്യൂബർക്കിൾ എടുത്ത് നോക്കിയാൽ, ഒരു സമയം 2,70,00,000 മുട്ടകൾ അതിൻ്റെ ജെനൈറ്റൽ ട്യൂബർക്കിളിലുണ്ട്. അറ്റ് എ ടൈം 2,70,00,000. ഒരു ദിവസം ഇടുന്ന മുട്ടയുടെ എണ്ണം നിസ്സാരമൊന്നുമല്ല, 2 ലക്ഷം. അപ്പോൾ ഇത്തരം സംഗതികൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും മനുഷ്യമലം എന്ന് പറയുന്ന സാധനം കൃഷിക്ക് ഉപയോഗിക്കും. നമ്മൾ മയപ്പെടുത്തി ഞങ്ങൾ പാതിര മണൽ എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ നൈറ്റ് സോയിൽ എന്നാണ് അതിന് പറയുക. ഈ മനുഷ്യമലം എന്ന് പറയുന്നത് കൃഷിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൽ വിളയുന്ന പല സാധനങ്ങളിലും ഈ മുട്ടകൾ ഉണ്ടാവും. ജൈവ കൃഷിയുടെ കാലമാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ വെള്ളം, അതൊരു നദി ഉത്ഭവിക്കുന്ന സ്ഥലം തൊട്ട് കടലിൽ ചേരുന്നത് വരെ മനുഷ്യർ മുങ്ങിക്കുളിക്കുക, മനുഷ്യരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുക. കോളിഫോം ബാക്ടീരിയ മാത്രമല്ല, ഇതുപോലെയുള്ള പരാതങ്ങളുടെ മുട്ടകളാൽ കൂടെ സമ്പുഷ്ടമാണ്, പ്രോട്ടീൻ സമ്പുഷ്ടമാണ് നമ്മുടെ ജലാശയങ്ങളെല്ലാം തന്നെ. എന്തിനേറെ പറയുന്നു, തുറസായ സ്ഥലത്ത് മലവിസർജനം നടത്തുമ്പോൾ ഒരു കാറ്റടിച്ചാൽ മതി, ഇതിൻ്റെ മുട്ടകൾ നേരെ മൂക്കിൽ വരും, വായിൽ വരും, നിങ്ങളതിനെ വിഴുങ്ങിയിറക്കും. ഈ സാധനം അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്നത് കുടലിൽ നിന്നും നേരെ കരളിലേക്കും ശ്വാസകോശത്തിലേക്കും ഒക്കെ പോകുന്നു. ശ്വാസകോശത്തിൽ ന്യൂമോണിയ ഉണ്ടാക്കാൻ, ലോഫ്ലോസ് ന്യൂമണൈറ്റിസ് ഉണ്ടാക്കാൻ നല്ല ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ട ഉരുണ്ടവര. അത് മാഗിയല്ല, നമ്മുടെ കുടലിൽ കാണുന്ന സംഭവമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക്